ഇറ്റ്സ് മീ ഷെലിയാസ് ഫ്രോം കോഡ് ഡിസൈൻ. അപ്പം ഇത് പുതിയൊരു കളക്ഷനാണ്. മൊഡാൾ സിൽക്കിൽ 3 പീസ് സെറ്റായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരുപാട് പേരുടെ എന്താ പറയുക, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊഡാൾ സിൽക്കിൽ വരുന്ന 3 പീസ് സെറ്റ് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്. നിങ്ങൾ ഓക്കെ ചെയ്ത് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ്ങും ഇല്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ മൊഡാൾ സിൽക്ക് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്യോർ മൊഡാൾ സിൽക്കാണ്. അതിൽ നാച്ചുറൽ ഡൈ ചെയ്തിട്ടുള്ളതാണ്. കളേഴ്സ് ഒക്കെ നാച്ചുറൽ ഡൈ ആയ കാരണം തന്നെ ലിമിറ്റഡ് കളേഴ്സ് ആയിരിക്കും. അതുപോലെ എന്താണ്, ഫുൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ്, സ്ക്രീൻ പ്രിന്റിംഗ് അല്ല, ഡിജിറ്റൽ പ്രിന്റിംഗും അല്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, പെർഫെക്ഷൻ കുറച്ച് കുറയും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്ലാസ് ലുക്കാണ് കേട്ടോ മെറ്റീരിയലിനും അതുപോലെ തന്നെ ആ പ്രിന്റിനും കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളർ മിക്സിംഗ് ആയിട്ടുള്ള ഒരു മെറൂൺ കളറാണ് കേട്ടോ. ഫസ്റ്റ് വണ്ണ് നോർമലി മൊഡാൾ സിൽക്കിൽ വരുന്ന കളേഴ്സുകളിൽ പെട്ടതാണ്. കുറച്ചധികം പീസുകളുണ്ട്. അപ്പോൾ കാണിച്ചു വരുമ്പോൾ തൊണ്ട എന്താവോ സൗണ്ടൊക്കെ ആകെ പോയിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ഏരിയയിൽ ഇതാണ് വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ സിമിലർ ആയിട്ടുള്ള പീസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. 48-49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ബാക്ക് പോർഷനും ഇതുപോലെ പ്രിന്റഡ് ആണ്. ഫ്രണ്ട് പാനൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോ, താഴെ വരെ പാനൽ ഇല്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇതേ ഒരു ഇതിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പാനൽ വന്ന് പിന്നെ ഒരു 2 ഇഞ്ച് പിന്നെ പ്ലെയിൻ ആണ്. പിന്നെ ഒരു ബോർഡർ, ആ ബോർഡർ കഴിഞ്ഞ് 4 ഇഞ്ചോളം പ്ലെയിൻ ആയിട്ട് വരും. അതേ ഇതിൽ തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു പാകിസ്ഥാനി ആ ഒരു നെക്കിൻ്റെ ഒക്കെ ഒരു പാറ്റേണിൽ വരുന്നതാണ്. പിന്നെ ബോട്ടം വരുന്നതും പ്രിന്റഡ് ബോട്ടാണ്. പ്യോർ മൊഡാൾ സിൽക്കിൽ വരുന്ന ബോട്ടം ആണ്. ഓക്കെ, ബോട്ടം 2 മീറ്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം ഇട്ടിട്ട് ഇതൊരു ടോപ്പായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇതാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിൻ്റെ മെറ്റീരിയലും മൊഡാൾ സിൽക്ക് തന്നെയാണ്. ദുപ്പട്ട വരുന്നത് 2.5 മീറ്റർ ഉണ്ടായിരിക്കും. വിത്ത് ടെസൽസ് ആണ്. ബോട്ടത്തിൻ്റെ സെയിം പ്രിന്റിലായിരിക്കും ബോഡി പാർട്ടിൽ വരിക. 2 എൻഡിലായിട്ട് ടോപ്പിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള പ്രിന്റ് വരും കേട്ടോ. ഇതാണ് ഫസ്റ്റ് വണ്ണ് വരുന്നത്. നല്ല പീസാണ്. മെറ്റീരിയൽ കണ്ടില്ലേ, നല്ല ഒതുങ്ങി കിടക്കും. ക്രേപ്പ് ലൈനിങ് ആണ് ഇതിന് ബെസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യായിരിക്കും ബെറ്റർ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വണ്ണ് വരുന്നത് നല്ലൊരു ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നതാണ്. ഇൻഡിഗോയിൽ നല്ലൊരു ഡീപ്പ് കളറിലായിട്ടുള്ള മെറൂൺ കളർ മിക്സിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. സെക്കൻഡ് കളർ കേട്ടോ, ആ ഒരു ഷെയ്ഡ് കണ്ടില്ലേ. ഈ ഇൻഡിഗോ ഷെയ്ഡിൽ ഐവറി കളർ കൂടെ മിക്സിങ് ഉണ്ട്, ബ്ലാക്കും ഉണ്ട് കേട്ടോ. കുറേ കളേഴ്സ് മൾട്ടി കളേർഡ് ആയിട്ടുള്ളതാണ്. 49 ഒക്കെ ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. ബാക്ക് പോർഷൻ ഇങ്ങനെ ഫുൾ പ്രിന്റഡ് ആണ് വരുന്നത്. നെക്കിൻ്റെ ഏരിയയിലേക്ക് ഈ ഒരു പാനൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ താഴ്ഭാഗത്ത് കുറച്ച് ബ്ലാങ്ക് ആയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയായിരിക്കും ടോപ്പിൻ്റെ ഇത് വരിക. 49 ഒക്കെ ഉണ്ടായിരിക്കും ലെങ്ത്ത്. ബോട്ടം വരുന്നത് മൊഡാൾ സിൽക്കിൽ വരുന്ന ഇൻഡിഗോ ഷെയ്ഡും ബ്ലാക്കും കൂടെ വരുന്നൊരു ബോട്ടമാണ് കേട്ടോ. പിന്നെ ദുപ്പട്ട ബോഡി പാർട്ടിൽ സെയിം ബോട്ടത്തിൻ്റെ സെയിം പ്രിൻ്റ് ആയിരിക്കും. എൻഡിലായിട്ട് ടോപ്പിനോട് സിമിലർ ആയിട്ടുള്ള പ്രിൻറ്റും വരുന്നതാണ് കേട്ടോ. ബോട്ടം കൊണ്ട് വേണമെങ്കിലും ഒരു ടോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും ലെങ്ത് ഉണ്ടായിരിക്കും കേട്ടോ, സോറി സൈസ് ഉണ്ടായിരിക്കും. ഓക്കെ, സെക്കൻഡ് വണ്ണ് കഴിഞ്ഞു. തേർഡ് വണ്ണ് വരുന്നത് അവിടെ ഒരു കവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താണ് ആരും പറഞ്ഞു വലിക്കരുതെന്ന്. അപ്പോൾ തേർഡ് വണ്ണ് വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിൽ വരുന്നതാണ്. ചോക്ലേറ്റ് ഷെയ്ഡും ഡീപ്പ് മെറൂൺ കളറും കൂടെ വരുന്നതാണ് കേട്ടോ. കണ്ടാ, ഇതിന് ചില ഏരിയകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പ്രിൻറ്റിങ് കാണുന്നൊന്നും ഇത് ഡാമേജുകളല്ല. ഇതിൻ്റെ പ്രിൻറ്റിങ് ആ പ്രോസസ്സിൽ വരുന്ന ഇതാണ്. ഫുൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതൊന്നും എന്തല്ല ഡാമേജോ ഡിഫക്റ്റോ ഒന്നും അല്ല കേട്ടോ. അടുത്തത് ചോക്ലേറ്റ് ഷെയ്ഡാണെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ നെക്കിൻ്റെ ഏരിയ ഇതുപോലെ വരും. ഓക്കെ, നെക്ക് ഏരിയ ഇങ്ങനെ വരും. താഴേക്ക് കുറച്ചിങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുക കേട്ടോ. 49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെ നിന്നാണ് നെക്ക് കട്ടിങ് വരെ. താഴെ കുറച്ചിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് പ്ലെയിൻ ആയിട്ട് കിടക്കും കേട്ടോ. ഇനി എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പെർഫെക്ഷൻ കുറവായിട്ട് വരും. നെക്കിന് വന്നു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കും. ബെറ്റർ ഇതുപോലെ ചെയ്യുന്നതാണ്. ആ ഒരു പാകിസ്ഥാനി നെക്കിൻ്റെ ആ ഒരു ഫീൽ ചെയ്യുകയാണ് ബെറ്റർ ആയിട്ടുള്ള. ക്രേപ്പ് ലൈനിങ് ആണെങ്കിൽ ബെസ്റ്റ് ആണ് കേട്ടോ. ക്രേപ്പ് ഇട്ടാൽ മതി, മറ്റത് ഇടണ്ട കേട്ടോ. നെക്സ്റ്റ് ബോട്ടം വന്നിട്ട് ഇതുപോലൊരു പ്രിൻ്റാണ് വരുന്നത്. ചോക്ലേറ്റും ഐവറി കളറും മെറൂണൊക്കെ മിക്സിങ് ആയിട്ടുള്ളതാണ്. സെയിം പ്രിൻ്റ് തന്നെ ആയിരിക്കും ദുപ്പട്ടയുടെ ബോഡി പാർട്ടിൽ വരുന്നത് കേട്ടോ. 2.5 മീറ്റർ ഉണ്ടായിരിക്കും. ദുപ്പട്ട പ്യോർ മൊഡാൾ സിൽക്കാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാട്ടോ, റയർ കളറിൽ വരുന്ന ഒന്നാണ്. അടുത്തത് വരുന്നതും ഒരു ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നത് തന്നെയാണ്. ഇൻഡിഗോ ഷെയ്ഡിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഡിഫറൻസ് വരുന്നുണ്ട് ഡിസൈനിലൊക്കെ. ഇതാണ് പാനലിൽ വരുന്നത് കേട്ടോ. ഒരു ഡീപ്പ് മെറൂൺ ആണ്, ഐവറി ബ്ലാക്ക് കളറൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ് പ്രിൻറ്റ് വരുന്നത്, കളർ വരുന്നത്. ഓക്കെ, ചെറിയ പ്രിൻ്റ് ആയ കാരണം തന്നെ നല്ല ഭംഗിയുണ്ട്. നെക്ക് ഏരിയ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള നെക്കാണ് വരുന്നത്.
ലെങ്തി പാറ്റേണിൽ വരുന്ന നെക്കാണ്. 49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസിൽ ചെയ്യാൻ അടിപൊളി പീസാണ് കേട്ടോ. സൂപ്പർ പീസാണ്. അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്, ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നത്. ഞാൻ പറയും ഇത് വെച്ച് നമുക്ക് ടോപ്പ് ചെയ്യാം. രണ്ടിനും കോമൺ ആയിട്ടൊരു മെറൂൺ ബോട്ടം ഇടുകയാണെങ്കിൽ 2 ഡ്രസ്സ് കിട്ടുമല്ലോ. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത്. ഞാൻ ദുപ്പട്ട വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നത് നല്ലൊരു ഐവറി ഷെയ്ഡിൽ വരുന്നതാണ്. ഐവറിയിൽ ബ്ലാക്ക് കളറൊക്കെ മിക്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ മെറൂൺ കളർ, ബ്ലൂ കളർ ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണ്. ബോട്ടാണ് ഇത് വരുന്നത്. ഒരു ലൈനൊക്കെ ആയിട്ടൊരു പാറ്റേണിൽ വരുന്ന ബോട്ടാണ്. ഒരു സ്ക്വയർ ബോക്സിനുള്ളിൽ കേട്ടോ. പിന്നെന്താ ടോപ്പ് വരുന്നത് ഒരു വെറൈറ്റി പ്രിന്റിലാണ് കേട്ടോ ടോപ്പ് വരുന്നത്. നെക്കിൻ്റെ ഏരിയയിലേക്ക് ഇതുപോലെ വരും. ശരിക്കും ഒരു പാകിസ്ഥാനി ആ ഒരു സ്റ്റൈലിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ടൈപ്പാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരുന്നതാണ് ടോപ്പ് വരുന്നത്. ഓക്കെ, ബാക്ക് പോർഷൻ ഫുള്ള് ഇതുപോലൊരു സർക്കിളാണ് കേട്ടോ വരുന്നത്. ഫുൾ സർക്കിൾ പ്രിന്റിൽ വരുന്നതാണ്. പിന്നെ ദുപ്പട്ടയുടെ പല്ലു ഏരിയയിലും നല്ലൊരു അടിപൊളി ഇതുണ്ട്. അങ്ങനെ വരുന്നത് കേട്ടോ. ബ്ലാക്ക് ബോർഡർ ഇട്ടാൽ മതി. എന്നിട്ട് പിന്നെ ഇത് ടോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതിൻ്റെ കൂടെ ഇത് പാരലൽ ബോട്ടം കൂടെ അടിച്ചിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു സെയിം ആ ഒരു ഫസ്റ്റ് നമ്മൾ കാണിച്ച പോലെ മെറൂൺ കളറാണ്. അതിലേക്ക് ഇങ്ങനെയുണ്ട് പ്രിന്റ് വരുന്നത്. പാനലും ഉണ്ട്, ഓരോന്നായിട്ട് കാണാം. അതിൻ്റെ ടോപ്പ് 49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ടോപ്പിൻ്റെ നെക്ക് ഏരിയയിലായിട്ട് കുറച്ചൊരു ഡീറ്റെയിൽ ലെങ്തി പാറ്റേണിൽ വരുന്നൊരു വർക്ക് വരുന്നുണ്ട് കണ്ടോ. ബാക്ക് പോർഷൻ ഫുള്ള് ഇതുപോലെ സർക്കിളിലായിട്ടുള്ള പ്രിന്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് വരുന്നത്. നെക്ക് ഏരിയ ഇതുപോലെ വരും കേട്ടോ. 49 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ബോട്ടം വരുന്നത് ഇതുപോലെ നല്ല അടിപൊളി ഒരു ബോട്ടാണ്. ഈ ഒരു ലൈൻ പാറ്റേണിലാണ് വരുന്നത്. പാരലൽ ബോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ബെറ്റർ പാരലൽ ബോട്ടാണ് ആംഗിൾ ലെങ്ത്തിനേക്കാളും. അല്ലെങ്കിൽ ആംഗിൾ ലെങ്ത്തിൽ പാരലൽ ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്താലും നന്നായിരിക്കും. പലാസോ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. അടിപൊളി ദുപ്പട്ടയുടെ ആ ഒരു ബോർഡർ ലൈനിലൊക്കെ നല്ല ഭംഗിയിട്ട് കാണണ്ട. നല്ല രസമുള്ള പാറ്റേൺ ആണ് കേട്ടോ. ബോട്ടം കൂടെ പ്രിന്റ് വരുന്നുണ്ട്. അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇമാജിൻ ചെയ്യാൻ. ഓക്കെ, അടുത്തത് വരുന്നത് ഐവറി ഷെയ്ഡ് തന്നെയാണ്. ഐവറി, മെറൂൺ, ഇൻഡിഗോ ഒക്കെ മിക്സിങ് ആയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിന്റ് ആണ്. ഇതിൻ്റെ ഫുൾ ഇതെന്താണെന്ന് ചെക്ക് ചെയ്യാം. അതിൽ ഐവറിയിലെ ചെറിയ മോട്ടീവ്സ് ആണ് പ്രിന്റാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സെൻറ്റർ പാനൽ വരുന്നുണ്ട്. അതിലേക്ക് ചെറിയൊരു പാനലാണ് സെൻറ്ററിൽ വരുന്നത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം ഇതുപോലത്തെ പ്രിന്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ബോട്ടം വരുന്നത് പ്രിന്റഡ് ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നൊരു ബോട്ടാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ സെയിം ഫ്ലോറൽ പ്രിന്റ് ആയിരിക്കും ദുപ്പട്ടയുടെ ബോഡി പാർട്ടിൽ വരിക. 2 എൻഡിലായിട്ട് ടോപ്പിൻ്റെ സെയിം ഒരു പ്രിന്റ് കൂടെ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ. അടിപൊളി. ഇതൊക്കെ നമുക്ക് റയറായിട്ട് എന്താ പറയുക കാണുന്ന ഡിസൈനുമാണ്, ആ ഒരു കളറുമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് മെറൂൺ കളർ. നമ്മൾ നേരത്തെ ബ്ലൂ കണ്ടു തോന്നുന്നുണ്ട് കളർ ചേഞ്ച്. ഇതൊരു മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളർ മിക്സിങ് ആയിട്ടുള്ളൊരു ടൈപ്പ് മെറൂൺ ആണ് കേട്ടോ. ഓക്കെ, നല്ല മെറ്റീരിയലായി മൊഡാൾ സിൽക്ക് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ഫൈൻ, ഒരു കൂൾ എഫക്റ്റ് വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ക്രേപ്പ് ലൈനിങ് ആണ് ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. നെക്കിൻ്റെ ഏരിയ ഇങ്ങനെ വരും, ഒരു പാനൽ പ്രിന്റിൽ വരുന്നതാണ്. ബോട്ടം വരുന്നത് പ്രിന്റഡ് പാറ്റേണിൽ വരുന്നൊരു ബോട്ടം. ദുപ്പട്ടയും അതേപോലെ ആയിരിക്കും ബോഡി പാർട്ട് വരിക, പ്രിന്റഡ് പാറ്റേൺ ആയിരിക്കും കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ബോട്ടം ഇങ്ങനെ വരും. ഓക്കെ, കളർ നല്ല ഡീപ്പ് അങ്ങനത്തെ മെറൂണല്ല, റെഡ് മിക്സ് ആയിട്ടുള്ള ഒരു ഇതാട്ടോ. മെറൂണിലേക്കായിട്ട് പോയിട്ടില്ല. വീഡിയോ കാണുന്ന പോലെ തന്നെ അല്ലേ, റെഡ് ഷെയ്ഡ്. പക്ഷെ അങ്ങനെ ഭയങ്കര ചിലർക്ക് ചോദിക്കാനായിട്ട് വീട്ടിൽ കാണത്ര ഭയങ്കര ബ്രൈറ്റ് ആണോ, അങ്ങനെയല്ല. നമ്മളൊക്കെ കളേഴ്സ് നോക്കി ഭംഗിയുള്ള കളർ മാത്രം നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, അടുത്തത് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. ഈ യെല്ലോ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയുക, ഒരു ചെറുതായിട്ടൊരു ഓറഞ്ച് കളർ മിക്സ് വരുന്നൊരു ടൈപ്പ് യെല്ലോ ആണ് കേട്ടോ. അത് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റാണ് വരുന്നത്. ടോപ്പ് ഇത് ബോട്ടാണോ? അതെ, ഇത് ബോട്ടാണ്. ബോട്ടത്തിൻ്റെ പ്രിൻ്റാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ബോട്ടം ഓൾ ഓവർ ഇതുപോലത്തെ ഒരു പ്രിൻ്റാണ് വരുന്നത്. ടോപ്പ് ഈ കളർ നല്ല സൂപ്പർ കളറാണ് കേട്ടോ. നമുക്ക് ഇതുവരെ കിട്ടാത്തൊരു കളറിലൊന്നാണ്. യെല്ലോ അല്ല, ഒരു ഓറഞ്ച് കളർ മിക്സ് ആയിട്ടുള്ളൊരു ടൈപ്പ് യെല്ലോ. ടോപ്പാണ് ഇത് വരുന്നത്, പാനലില്ല. ഇതാണ് ബോട്ടം പാർട്ട് വരുന്നത് കേട്ടോ. ബോട്ടാണ് ഇത് വരുന്നത്. ബോട്ടം ഇതുപോലത്തെ ഇതിനോട് സിമിലർ ആയിട്ടുള്ളൊരു പ്രിന്റ് തന്നെയാണ് വരുന്നത്. ദുപ്പട്ട ടെസൽസ് ഒക്കെ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ടെസലാണ്. പിന്നെ ഒരു സെയിം ബോട്ടത്തിൻ്റെ സെയിം പ്രിന്റിൽ വരുന്ന ബോട്ടം കൂടെ സെറ്റായിട്ട്.
കളർ നല്ല അടിപൊളിയായിട്ട് ഗ്രീനും നല്ലൊരു ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളൊരു യെല്ലോയും. അടുത്ത ഷെയ്ഡും വരുന്നത് ഇൻഡിഗോയിൽ തന്നെയാണ്. ചെറിയൊരു മോട്ടീവ്സ് ഒക്കെ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ അതിന് വേറെ പ്രിൻ്റാണ്. സെൻറ്റർ പാനൽ നല്ല ഡീപ്പ് മെറൂൺ കളറിൽ വരുന്നൊരു പാനലും കേട്ടോ. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് ഒരു 49 ഒക്കെ ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്ന പീസാണ്. ക്രീപ്പ് ലൈനിങ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. മോഡൽ സിൽക്ക് മെറ്റീരിയൽസിനൊക്കെ ക്രീപ്പ് ആയിരിക്കും ബെറ്റർ ആവും. ബോട്ടം വരുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റ് അങ്ങനെ വരുന്നൊരു പാറ്റേൺ ആണ്. ഇതായിരിക്കും ബോട്ടം വരുന്നത്. ദുപ്പട്ട സെയിം പ്രിന്റിലാണ് വിത്ത് പല്ലു ഏരിയ ടോപ്പിനോട് സിമിലർ ആയിട്ടുള്ള ഇതായിരിക്കും. 2.5 മീറ്റർ ഉണ്ടായിരിക്കും ദുപ്പട്ട കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നല്ലൊരു ഷെയ്ഡുമാണ്. അടുത്ത ഷെയ്ഡ് വരുന്നതും അതുപോലെ തന്നെ ഒരു മെറൂൺ കളറാണ്. മെറൂൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു റെഡ് അല്ലെങ്കിൽ ബേക്കൺ ഓറഞ്ച് കളർ മിക്സിംഗ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. കറക്റ്റ് മെറൂൺ അല്ല, ഒരു റെഡിഷ് കളറിൽ വരുന്ന ഒരു മെറൂണാണ്. നെക്കിൻ്റെ ഏരിയയിൽ പാനൽ പ്രിന്റ് വരുന്നുണ്ട്. നെക്ക് ഒരു കുറച്ചൊരു ലെങ്തി പാറ്റേൺ ആണ്. താഴ്ഭാഗത്ത് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണേ കണ്ടാ. ഇതേ പാറ്റേൺ താഴെ ഒരു ലൈന് വന്നിട്ട് പിന്നെ കുറച്ച് പ്ലെയിൻ പാർട്ട് അങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ബാക്ക് പോർഷനിൽ ഇതുപോലെ പ്രിന്റഡ് ആണ്. സൈഡിലത്തെ സെയിം പ്രിന്റ് തന്നെയാണ് ബാക്ക് ഏരിയയിലേക്ക് വരുന്നത്. പിന്നെ എന്താ ബോട്ടം ഒരു ലൈൻ പാറ്റേണിൽ വരുന്നതാണ്. പാരലൽ അല്ലെങ്കിൽ ഒരു ലൈൻ പാറ്റേൺ ഉണ്ടാവുമായിരിക്കുമല്ലോ, അങ്ങനെ വരുന്നതാണ് കേട്ടോ. ദുപ്പട്ടയും സെയിം പ്രിന്റ് തന്നെയാണ്. ബോട്ടത്തിന്റെ 2 ഏരിയയിൽ 2 എൻഡിൽ ടോപ്പിനോട് സിമിലർ ആയിട്ടുള്ള അടിപൊളി പീസാണ് കേട്ടോ. കേട്ടോ അടുത്തത് വരുന്നത് ഇൻഡിഗോ ഷെയ്ഡ് തന്നെയാണ്. നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നും, പക്ഷെ പ്രിന്റിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ സൈഡിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്പർ അനുസരിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ സെൻറ്റർ പാനലാണ്. പാനലിൻ്റെ കളർ വരുന്നത് നല്ല ഡീപ്പ് മെറൂൺ ഷെയ്ഡാണ്. നെക്ക് ഏരിയ ഞാൻ പറഞ്ഞൊരു പാകിസ്ഥാനി സ്റ്റൈലിൽ വരുന്ന ആയതുകൊണ്ട് തന്നെ നെക്ക് കുറച്ച് ലെങ്തി പാറ്റേണിലാണ് വരുന്നത്. പക്ഷെ ഓൾ ഓവർ പാരലൽ ആയിട്ടല്ല വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. താഴേക്ക് പ്ലെയിൻ പാർട്ട് വരുന്നുണ്ട്. 49 ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ബോട്ടം വരുന്നത് ഒരു ഇൻഡിഗോയിൽ ഒരു ബ്ലാക്ക് കളറിൽ സിഗ്സാക്ക് വരുന്ന ഒരു ബോട്ടാണ്. ദുപ്പട്ടയും സെയിം പ്രിന്റ് തന്നെ ആയിരിക്കും. സിഗ്സാക്ക് പ്രിന്റിൽ 2 എൻഡിൽ പല്ലു സൈഡിൽ ടോപ്പ് മെറ്റീരിയലിനോട് സിമിലർ ആയിട്ടുള്ള പ്രിന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ട കേട്ടോ. അടിപൊളി പീസുകളാണ്. വെച്ചാൽ നല്ല മെറ്റീരിയൽ നമുക്ക് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ടോപ്പിൻ്റെത് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ്, അതിൽ മെറൂൺ കളർ ബ്ലാക്ക് ഐവറി ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത്. ടോപ്പിന്റെ ലെങ്ത് ഒരു 49 ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. നെക്ക് ഏരിയ എന്താ പാനൽ പ്രിന്റ് വരുന്നതാണ്. ഇത് കംഫർട്ടബിൾ അറിയാം മെറ്റീരിയൽ, പിടിക്കാൻ നല്ല സോഫ്റ്റ് ഉണ്ട്. 50 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ 49 സ്റ്റാൻഡേർഡ് അതിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ലെങ്ത്താണ് പറയുന്നത്. പിന്നെന്താ ബോട്ടം ഇതുപോലെ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ളതാണ്. ഐവറി മെറൂൺ ബ്ലാക്ക് ഒക്കെ മിക്സിങ് ആയിട്ടുള്ള ബോട്ടം. കുറേ പീസുള്ള കാരണമാണ് ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, ബോട്ടം അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ളതാണ്. ദുപ്പട്ടയുടെ ഫ്രണ്ട് ഏരിയ ബോഡി പാർട്ട് വരുന്നത് കേട്ടോ. പല്ലു ഏരിയ ഇങ്ങനെ ഇതാണ് ദുപ്പട്ട ബോട്ടം വരുന്നത്. ആകെ മൊത്തം മിസ്റ്റേക്കാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഷെയ്ഡായിട്ട് നമുക്ക് കോമൺ ആയിട്ട് കാണാത്ത മോഡൽ സിൽക്കിന് ആർജക് പ്രിന്റിൽ കോമൺ കാണാത്ത ടൈപ്പ് ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഷെയ്ഡ്. ഞാൻ പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. യെല്ലോ ഇത്ര ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നെക്കിൻ്റെ ഏരിയയിലേക്കാണ് ഈ ഒരു പ്രിന്റ് വരുന്നത്. കണ്ട നെക്കാണ് ഇത് വരുന്നത്. ബാക്കും ഫ്രണ്ടും ഇതുപോലെ ലൈൻ പാറ്റേൺ ആണ്. ബാക്ക് ഫുള്ളി ലൈൻ പാറ്റേൺ ആണ്. ഈ താഴ്ഭാഗത്ത് ഈ ലൈനും അതിലൂടെ ചേർന്നിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലെയിൻ ഏരിയയും അതുപോലെ തന്നെ ഇടണം കേട്ടോ. പിന്നെ ബോട്ടം ഇതേ ഒരു ഡിസൈനിലാണ് വരുന്നത്. ഓക്കെ, ദുപ്പട്ട നല്ലൊരു ഷെയ്ഡാട്ടോ. കോമ്പിനേഷൻ നല്ല രസമായിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ റയറായിട്ട് കേട്ടോ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അത് ബോട്ടം വരും. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു മെറൂൺ കളർ തന്നെയാണ്. മെറൂൺ ഷെയ്ഡിൽ പാനൽ വരുന്നത് തന്നെയാണ്. ഒരു പീസ് മാത്രമാണ് നമ്മൾ വിത്തൗട്ട് പാനലിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷെ അതിൻ്റെ കളർ ബേസ് നല്ല ഒരു ഇതുണ്ട്. പിന്നെന്താ ഇത് നെക്കിൻ്റെ ഏരിയയിൽ പാനലാണ്. ചെറിയ ഡിഫറൻസ് ആണുള്ളത്. ഈ ഒരു സൈഡിലത്തെ പ്രിന്റിലും ഇവിടുത്തെ പാനലത്തെ ഡിസൈനിലുമാണ് വ്യത്യാസം വരുന്നത് അല്ലേ. ഓക്കെ, ഇവിടെ ഒരു പാനൽ ആ അടിയിലത്തെ പ്ലെയിൻ പാർട്ട് മറക്കണ്ട, അതും കൂടെ ടോപ്പിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം ഫ്രണ്ട് പാർട്ടിലേക്ക് കേട്ടോ. ബോട്ടം എങ്ങനെയാണ് വരുന്നത്? പ്യുവർ മോഡൽ സിൽക്കാണ്. അജ്രക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്. നാച്ചുറൽ ഡൈ ചെയ്തിട്ടുള്ള ഐറ്റാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇതാണ് ബോട്ടം. നല്ല പീസുകളാണ്. കളർ കോമ്പിനേഷനും നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ഡസ്റ്റി ഷെയ്ഡിൽ വരുന്നൊരു ഇൻഡിഗോ പീകോക്ക് മിക്സ് ആയിട്ടുള്ളൊരു ഇൻഡിഗോ പീകോക്ക് ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു ഇൻഡിഗോ ഷെയ്ഡാണ് കേട്ടോ.
നെക്സ്റ്റ് വൺ വരുന്നതും അതേ ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ്. ഡിസൈനിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. പാനൽ പ്രിന്റ് തന്നെയാണ്, പക്ഷെ ഓൾ ഓവർ കുറച്ച് തിക്ക് പ്രിന്റ് വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഓക്കെ 49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്ന പീസാണ്. ഇത് 49 ലെങ്ത്, 47 ലെങ്ത് ആയിരിക്കും. 47 ലെങ്ത് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ 47 എൻ്റെ ഹൈറ്റുള്ള ആൾക്ക് ഓക്കെയാണ് കേട്ടോ. നെക്സ്റ്റ് ബോട്ടം വരുന്നത് ഇതുപോലെയാണ്, ലൈൻ പാറ്റേണിൽ വരുന്ന ബോട്ടം. ദുപ്പട്ട ലൈൻ തന്നെയാണ് കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. എങ്ങനെയുണ്ട്? ഇത് കാണുന്ന സെയിം കളർ തന്നെ, കുറച്ച് ബ്രൈറ്റ്നെസ് ഉണ്ടാവും. റെഡിലേക്ക് പോയിട്ടുണ്ടാവും. റെഡ് അല്ല, ഒരു ഓറഞ്ച്, ബേക്കഡ് ഓറഞ്ച് കളർ മിക്സ്, അതുപോലെ തന്നെ മെറൂൺ കളറും ഒക്കെ മിക്സിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് നമ്മൾ കുറച്ച് മുന്നേ കണ്ട കാറ്റഗറി തന്നെയാണ്, പക്ഷെ ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സൈഡിൽ ഞാൻ മെൻഷൻ ചെയ്യാം, നമ്പറിനനുസരിച്ചിട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നെക്ക് ഏരിയ വരുന്നത്, അടിയിലത്തെ ലൈൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് 4 ഇഞ്ച് അങ്ങനെ തന്നെ ഇടണം കേട്ടോ. ബോട്ടം വരുന്നത് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, ഒരു കസ്റ്റമർ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ആള് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഭയങ്കര മോശമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത്, ഈ ഒരു പാർട്ടൊക്കെ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെക്ക് കൊടുത്തിട്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ടൈലേഴ്സിൻ്റെ അടുത്തേക്ക് കൊടുക്കുമ്പോൾ ചില ആളുകൾക്ക് അറിയില്ല, അപ്പോൾ അവരിങ്ങനെ ചെയ്യും, ഇങ്ങനെ കട്ട് ചെയ്യും. ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തിട്ട് ഇത്ര ലെങ്ത് ആക്കിയിട്ട് പാവം 44 കിട്ടിയുള്ളൂ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ വീഡിയോ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് തിരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യിക്കണം. താഴ്ഭാഗത്ത് ആ ലൈന് 2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ലൈന്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ആ പ്ലെയിൻ പോർഷൻ ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ, ഇതാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം പ്രിന്റഡ് ആണ്. ഓക്കെ, ഇങ്ങനെ വരുന്നത് ബോട്ടം. നല്ല ഡിസൈൻ ആട്ടോ, ഒക്കെ ഒന്നും ഒരു മോശം ഡിസൈൻ ഇല്ല, ഒക്കെ അടിപൊളി. സത്യം പറയാം എനിക്കറിയാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുള്ളത്, കാരണം ഒക്കെ എന്താ പറയുക അടിപൊളി പീസാണ്. പിന്നെ ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൺഫ്യൂസിങ്ങും ആയിരിക്കും. ഓക്കെ, നെക്കിൻ്റെ ഏരിയ, നെക്കിൻ്റെ ഏരിയ കുറച്ച് ലോങ് ആയിട്ടായിരിക്കും കേട്ടോ, ലോങ് ആയിട്ടുള്ള നെക്കായിരിക്കും. 49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്ന പീസാണ്. ബാക്ക് പോർഷൻ ഇതുപോലെ പ്രിന്റഡ് ആയിരിക്കും. ഫ്രണ്ടാണ് പാനൽ വരുന്നത്. ഇത് ഫുൾ പാനൽ വരുന്നതാണ് കേട്ടോ, കണ്ടോ, ഇത് ഫുൾ പാനൽ വരുന്ന പീസാണ്, ഫുള്ളി പാനലായിട്ടുള്ള പീസാണ് വരുന്നത്. ബോട്ടം വരുന്നത് ഇതുപോലെ ആയിരിക്കും, ഈ ഒരു പ്രിന്റാണ് ബോട്ടം. ദുപ്പട്ട ബോട്ടത്തിൻ്റെ സെയിം പ്രിന്റ് ബോഡി പാർട്ടിൽ വരും. 2 എൻഡിലേക്കായിട്ട് ടെസൽസ് ഒക്കെ കൊടുത്ത് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയായിട്ട് 2.5 മീറ്റർ ഉണ്ടായിരിക്കും ദുപ്പട്ട. അത്യാവശ്യം നല്ല സൈസ് വരുന്നതാണ്. പക്ഷെ എല്ലാവരും പറയും ഇത്രയും സൈസൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് മോഡൽ സിൽക്ക് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിന് എടുക്കാൻ പോകുന്ന ആളുകളുടെ ആവലാതി ഒന്ന് നിങ്ങൾ പരിഹരിച്ചു കൊടുക്കണം. കാരണം ഇത്രയും വീതി നീളമുള്ളതൊക്കെ നമുക്ക് ഓക്കെ ആണോ എന്നുള്ള ചിന്ത വരും. പ്രത്യേകിച്ച് വീഡിയോ കാണുമ്പോൾ ഭയങ്കര സൈസായിരിക്കും ദുപ്പട്ടയ്ക്കൊക്കെ, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് അത്രയും സൈസൊക്കെ കറക്റ്റ് ഒതുങ്ങി കിട്ടുന്ന, ഇനി എല്ലാം നന്നായിട്ട് വിരിച്ചിടാൻ പറ്റുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ആക്ച്വലി ആ മെറ്റീരിയലിന് തന്നെ കാണുമ്പോൾ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പാനൽ വരുന്നതാണ്. ബാക്ക് ആൻഡ് ഫ്രണ്ട് പ്രിന്റഡ് ആണ്. ബാക്ക് ഇങ്ങനെ വരും, ഫ്രണ്ടിൽ പാനൽ വരുന്നതാണ്. താഴേക്ക് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്, ബ്ലാങ്ക് അല്ല പ്ലെയിൻ ആയിട്ട്, നെക്ക് കുറച്ച് ഇലോങ്ങേറ്റ് താഴേക്ക് 4-5 ഇഞ്ചിൽ ഇങ്ങനെ പ്ലെയിൻ ആ ഒരു ബാക്ക് പോർഷനത്തെ സെയിം പ്രിന്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഫ്ലോറൽ പ്രിന്റിൽ വരുന്നൊരു ബോട്ടാണ്, നല്ലൊരു ഇൻഡിഗോ ഷെയ്ഡിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ദുപ്പട്ട 2.5 മീറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, വരുന്നത് ദുപ്പട്ട കേട്ടോ. അടിപൊളി പീസാണ്. നിങ്ങൾക്ക് സത്യം കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം, എന്നാലും വേണ്ട, മറക്കണ്ട, സ്ക്രീൻഷോട്ട് എടുക്കുക. ഇഷ്ടമായത് വേഗം പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.